കൂട്ടുകാരെ, നമുക്കിന്നൊരു കഥ കേട്ടാലോ? ഒരിക്കൽ ഒരു വലിയ മരക്കൊമ്പിൽ ഒരു തത്തമ്മയും കുഞ്ഞും താമസിച്ചിരുന്നു. അവരുടെ മനോഹരമായ കൂട്ടിൽ സുഖമായി താമസിച്ചു വരികയായിരുന്നു. ഒരു ദിവസം സന്ധ്യയായപ്പോ പെട്ടെന്ന് നല്ല ഇടിവെട്ടി മഴ പെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും ഒരു കാക്കപ്പെണ്ണ് തത്തമ്മയുടെ കൂട്ടിനരികിലെത്തി പറഞ്ഞു, തത്തപ്പെണ്ണേ, ഒന്ന് വാതിൽ തുറക്കൂ. ഭയങ്കര ഇടിവെട്ടും മഴയും. അല്പനേരം കഴിഞ്ഞ് കാക്കപ്പെണ്ണ് വീണ്ടും ചോദിച്ചു, തത്തപ്പെണ്ണേ, ഒന്ന് വാതിൽ തുറക്കൂ. ഭയങ്കര ഇടിവെട്ടും മഴയുമാ. അല്പനേരം കഴിഞ്ഞ് കാക്കപ്പെണ്ണ് വീണ്ടും ചോദിച്ചു, എന്റെ തത്തപ്പെണ്ണേ, മഴ കൊണ്ട് ഞാൻ തണുത്ത് വിറയ്ക്കാണ്. ഒന്ന് വാതിൽ തുറക്ക്. അല്പനേരം കഴിഞ്ഞ് വീണ്ടും കാക്കപ്പെണ്ണ് ചോദിച്ചു, തത്തപ്പെണ്ണേ, ഒന്ന് വാതിൽ തുറക്കൂ. ഇടിമിന്നലേറ്റ് ഞാൻ ചത്തുപോകും. ഇപ്പൊ കുഞ്ഞു ഉറങ്ങി കാണുമല്ലോ. ഒന്ന് വാതിൽ തുറക്ക് തത്തപ്പെണ്ണേ. ഒടുവിൽ തത്തമ്മ വാതിൽ തുറന്നു. കാക്കപ്പെണ്ണ് കൂടിനുള്ളിലേക്ക് പറന്നു കയറി. എന്നിട്ട് പറഞ്ഞു, തത്തപ്പെണ്ണേ, ഇപ്പോ ഒരു ഇടിവെട്ടുണ്ടായില്ലേ? ഞാൻ താമസിച്ചിരുന്ന ആ മരത്തിന്റെ മുകൾ ഭാഗം മുഴുവൻ കത്തിപ്പോയി. എന്റെ കൂടും കത്തിപ്പോയി. ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ ഞാൻ കിടന്നോട്ടെ? കാക്കപ്പെണ്ണിനോട് സഹതാപം തോന്നിയ തത്തമ്മ ആ രാത്രി അവിടെ താമസിച്ചു കൊള്ളാൻ കാക്കപ്പെണ്ണിന് അനുവാദവും നൽകി. നേരം വെളുത്തപ്പോ തത്തപ്പെണ്ണ് നോക്കിയപ്പോ കുഞ്ഞിനെ കാണുന്നില്ല. വിരുന്നുകാരിയായ കാക്കപ്പെണ്ണുമില്ല. കാക്കപ്പെണ്ണ് തന്റെ കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ടുണ്ടാകും എന്ന് തത്തമ്മയ്ക്ക് തോന്നി. അവൾ എല്ലായിടത്തും നോക്കി, കാക്കപ്പെണ്ണിനെ കാണുന്നേയില്ല. അവൾ തന്റെ കൂട്ടുകാരനായ തവളക്കുട്ടനോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നീട് തത്തപ്പെണ്ണ് നാടാകെ പറന്ന് നടന്ന് വിളിച്ചു പറഞ്ഞു, കാക്കകൾ കൂട്ടമായി തത്തമ്മയുടെ കൂട്ടിലേക്ക് വൈകുന്നേരമായപ്പോൾ പറന്നു വരാൻ തുടങ്ങി. അക്കൂട്ടത്തിൽ കാക്കപ്പെണ്ണും എത്തി. എല്ലാവർക്കും ബിരിയാണി വിളമ്പി. കാക്കപ്പെണ്ണിന് കൊടുത്ത ബിരിയാണിയിൽ തത്തപ്പെണ്ണിന്റെ കൂട്ടുകാരനായ തവളക്കുട്ടനെ ഒളിപ്പിച്ചു വെച്ചു. കാക്കപ്പെണ്ണ് ബിരിയാണി കൊത്തിയെടുക്കാൻ നോക്കിയപ്പോഴേക്കും തവളക്കുട്ടൻ ചാടി എണീറ്റ് കാക്കപ്പെണ്ണിന്റെ കഴുത്തിൽ കയറി പിടിച്ചു. കഴുത്തിൽ പിടിമുറുക്കിക്കൊണ്ട് തവളക്കുട്ടൻ ചോദിച്ചു, തത്തക്കുഞ്ഞിന്റെടാ, താടാ തത്തക്കുഞ്ഞിനെ, പറയടാ, തത്തക്കുഞ്ഞിന്റെ ശരിയാക്കി ഞാൻ കൊല്ലുന്നു ഞാൻ. കാക്കപ്പെണ്ണ് അവിടുന്ന് പറന്നു. കഴുത്തിൽ തവളക്കുട്ടൻ ഞെക്കിപ്പിടിച്ചു. തത്തമ്മയും പുറകെ പറന്നു കാക്കപ്പെണ്ണിന്റെ കൂട്ടിലെത്തി. ശബ്ദമുണ്ടാക്കിക്കൊണ്ട് കാക്കപ്പെണ്ണ് പെട്ടെന്ന് അവിടുന്ന് പറന്നു. തവളക്കുട്ടൻ പിടിവിടാതെ കാക്കപ്പെണ്ണിന്റെ കഴുത്തിൽ മുറുക്കെ പിടിച്ചു. തത്തമ്മയും പുറകെ പറന്നു. അവർ കാക്കപ്പെണ്ണിന്റെ കൂട്ടിലെത്തി. അവിടെ എത്തിയപ്പോൾ തന്റെ കുഞ്ഞിനെ പട്ടുമെത്തയിൽ കിടത്തിയിരിക്കുന്നതായി തത്തപ്പെണ്ണ് കണ്ടു. തത്തപ്പെണ്ണ് ഓടിച്ചെന്ന് തത്തക്കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചു. അപ്പോഴേക്കും തവളക്കുട്ടൻ കാക്കപ്പെണ്ണിന്റെ കഴുത്തിൽ നിന്ന് പിടിവിട്ടു. എല്ലാവരെയും നോക്കിക്കൊണ്ട് കാക്കപ്പെണ്ണ് പറഞ്ഞു, എനിക്കൊരു കുഞ്ഞില്ലാത്ത കൊണ്ടല്ലേ ഞാൻ ഈ കുഞ്ഞിനെ ഒന്ന് എടുത്തത്. ഒന്ന് വളർത്താൻ കൊണ്ടുവന്നതാ. എന്നോട്
എന്നോട് ക്ഷമിക്കണേ. ഇത് കേട്ട് എല്ലാവർക്കും സങ്കടമായി. കാക്കപ്പെണ്ണിനോട് പാവം തോന്നി. പിന്നീട് തത്തപ്പെണ്ണും കുഞ്ഞും കാക്കപ്പെണ്ണിന്റെ ഒപ്പം അവളുടെ ആ കൊച്ചുകൂട്ടിൽ സന്തോഷമായി താമസം തുടങ്ങി. കൂട്ടുകാരെ, മക്കളെ ജീവന് തുല്യം സ്നേഹിക്കുന്നവരാണ് മാതാപിതാക്കൾ. കുഞ്ഞുങ്ങളെ ഏത് അപകടത്തിൽ നിന്നും രക്ഷിക്കാൻ സ്വന്തം ജീവൻ കൊടുത്തും അവർ ശ്രമിക്കും. അതുകൊണ്ട് തിരിച്ചും മക്കളും മാതാപിതാക്കളെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം കേട്ടോ. Hello friends, if you like our videos, please subscribe to our channel.